ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീലാണ്. ഓക്കെ, അപ്പം നമുക്ക് റീഇൻഫോഴ്സിങ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ആ കോൺക്രീറ്റിൽ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ എവിടെയാണോ ടെൻഷൻ വരുന്നത്. കാരണം കോൺക്രീറ്റിനൊറ്റയ്ക്ക് ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ആ സ്ട്രക്ചറിൽ ഏത് പോർഷനിലാണ് ടെൻഷൻ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ വരുന്ന പോർഷനിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ RCC എന്ന് പറയുന്ന ഒരു കംപ്രഷനിലും ടെൻഷനിലും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ റീഇൻഫോഴ്സിങ് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റീൽ ഈസ് വെരി സ്ട്രോങ് ഇൻ കംപ്രഷൻ, ടെൻഷൻ, ഷിയർ ആൻഡ് ടോർഷൻ. സ്റ്റീല് ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ കേസിൽ മാത്രമല്ല സ്ട്രോങ്, കംപ്രസീവ് ഫോഴ്സ് വന്നാലും റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഷിയർ ഫോഴ്സ് വന്നാലും റെസിസ്റ്റ് ചെയ്യും, അതുപോലെ ടോർഷൻ വന്നാലും റെസിസ്റ്റ് ചെയ്യും. അതായത് കംപ്രഷൻ ഡയറക്റ്റ് നമ്മളൊരു ഫോഴ്സ് അതിലേക്ക് അതിൻ്റെ ക്രോസ് സെക്ഷനിലൂടെ ആക്ട് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാലും അത് റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാലും അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഷിയറിൻ്റെ കേസ്, അതായത് ആ ക്രോസ് സെക്ഷനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് റെസിസ്റ്റ് ചെയ്യും, അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, അതായത് ടോർഷൻ വന്നു കഴിഞ്ഞാലും സ്റ്റീൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റീൽ ഈസ് വെരി സ്ട്രോങ് ഇൻ കംപ്രഷൻ, ടെൻഷൻ, ഷിയർ ആൻഡ് ടോർഷൻ. രണ്ടാമത്തത്, കോൺക്രീറ്റ് ഡെവലപ്സ് വെരി ഗുഡ് ബോണ്ട് വിത്ത് സ്റ്റീൽ. അപ്പോൾ അധികം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ കൊറുഗേഷൻസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റിപ്സ് ഉണ്ടാവും. അതായത് പ്ലെയിൻ അല്ല റീഇൻഫോഴ്സിങ് സ്റ്റീൽ നമ്മൾ അധികം കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ, അതിൻ്റെ പുറമേ ആ ഒരു രീതിയിലുള്ള ടെക്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം കോൺക്രീറ്റും ഈ ഒരു സ്റ്റീലും തമ്മിൽ, റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീലും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബൈൻഡിങ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമാണ്. അപ്പം ആ RCCയിൽ ഈ റിപ്സ് ഉള്ളത് കൊണ്ട്, ഓക്കെ, ആ റിപ്സ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാർക്കിങ്സ് ഫുൾ ഉടനീളെ പ്ലെയിൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ കോൺക്രീറ്റും ഈ സ്റ്റീലും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റീലിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റുമായിട്ട് നല്ലൊരു ബോണ്ടിങ്, അതായത് RCCയിൽ റീഇൻഫോഴ്സിങ് സ്റ്റീൽ നല്ലൊരു ബോണ്ട് കോൺക്രീറ്റുമായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ, സ്റ്റീൽ ഈസ് ഡക്റ്റൈൽ ഇൻ ബിഹേവിയർ. സ്റ്റീൽ ഡക്റ്റൈലാണ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അതായത് അതിനെ വലിച്ചു നീട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് വലിയും, അത് പെട്ടെന്ന് അത് ബ്രേക്ക് ആവില്ല. അതെന്ത് ചെയ്യും, അതിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് വലിഞ്ഞിട്ടേ അത് ബ്രേക്ക് ആവുള്ളൂ. അതായത് സഡൻ ഫെയിലിയർ സ്റ്റീലിൻ്റെ കേസിൽ സംഭവിക്കില്ല. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി, അതായത് ഇതിൻ്റെ ഈ വലിയാത്ത ഒരു പ്രോപ്പർട്ടി, അതായത് സഡൻ ഫെയിലിയർ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ബ്രിട്ടിലാണ്, അതായത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോഴ്സ് അതിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ഫെയിലിയർ ആയിരിക്കും. ഇതുപോലെ വലിഞ്ഞു നീടുകയോ അല്ലെങ്കിൽ കുറച്ച് സാവകാശത്തിലൊന്നും അല്ല ഫെയിൽ ആവുക, സഡൻ ഫെയിലിയർ ആയിരിക്കും. എന്നാൽ സ്റ്റീൽ ഫെയിൽ ആവുന്നത് ഡക്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഒന്ന് വലിഞ്ഞിട്ട് സ്ലോലിയാണ് ഫെയിൽ ആവുക. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് ഈ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുമ്പം ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അധികം ലോഡ് ഇതിൽ വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, സ്റ്റീല് വലിയും അല്ലേ. സ്റ്റീല് വലിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ക്രാക്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഫെയിൽ ആവാൻ പോവാന്നുള്ളതിനൊരു വാർണിംഗ് നമുക്ക് സ്റ്റീല് ഡക്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല, സഡൻ ഫെയിലിയർ ആയിരിക്കും, പെട്ടെന്നായിരിക്കും. എന്നാൽ ആ കോൺക്രീറ്റിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളതുകൊണ്ട്, RCCയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഡക്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഫെയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം നമുക്ക് കിട്ടും. ഓക്കെ, ഫെയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അത് വലിഞ്ഞു തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ക്രാക്സോ അതൊക്കെ നമുക്ക് പുറമേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫെയിൽ ആവാൻ പോകുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റൈൽ. സ്റ്റീൽ ഈസ് ഡക്റ്റൈൽ ഇൻ ബിഹേവിയർ. മോർ ഡക്റ്റിലിറ്റി മീൻസ് മോർ ഇലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ബിഫോർ ഫെയിലിയർ. ദിസ് റിസൾട്ട്സ് ഇൻ സഫിഷ്യൻറ്റ് വാർണിംഗ് ടൈം ബിഫോർ ഫെയിലിയർ. അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ ഡക്റ്റൈലാന്ന് പറയുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും ഫെയിലിയർ ആവുന്നതിന് മുമ്പ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. The steel bars can be cut, bent, lifted and welded easily with
കോമൺലി അവൈലബിൾ ടൂൾസ് ആൻഡ് മെഷീൻ. അപ്പോൾ സ്റ്റീൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബെൻഡ് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ എത്ര നിലയിൽ ആണ് പണി, ഒരു മൾട്ടി സ്റ്റോറിയുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഫ്ലോറിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വെൽഡ് ചെയ്യാൻ, വെൽഡിങ് പ്രോപ്പർട്ടി അതിനുണ്ട്, ഈസി ആയിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം കോളത്തിൻ്റെ കേസും ബീമിൻ്റെ കേസിലൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് നല്ല രീതിയിൽ ബെൻഡ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ സ്ലാബ്സിൻ്റെ കേസാണെങ്കിലും സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബെൻഡ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബെൻഡ് ചെയ്യാനുള്ളൊരു പ്രയാസം ഇല്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം, ബെൻഡ് ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാം, വെൽഡ് ചെയ്യാനൊക്കെ പറ്റും. The steel bars can be cut, bent, lifted and welded easily with commonly available tools and machines. If concrete is porous or if cover to reinforcement is not sufficient, steel gets rusted and loses strength. ഇപ്പം കോൺക്രീറ്റ് പോറസ് ആണെങ്കിൽ, അതായത് ഇപ്പം സ്റ്റീലിൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് തുരുമ്പിക്കും. വേണമെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മോയ്സ്ചർ കണ്ടൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം സ്റ്റീൽ തുരുമ്പിക്കും. അപ്പോൾ തുരുമ്പിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് കവറില്ലാത്ത കേസിൽ, ആവശ്യത്തിന് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഉള്ള ആ ഗ്യാപ്പ് അത് കോൺക്രീറ്റ് വെച്ച് കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അറ്റ്മോസ്ഫിയറായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരാതെ കോൺക്രീറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, കവറിങ് കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കവർ ആവശ്യത്തിനില്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, ആവശ്യത്തിനില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങൾ കഴിയുമ്പം അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഇടയായാലൊക്കെ ആ മോയ്സ്ചറുമായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരും. അതുപോലെ തന്നെ കോൺക്രീറ്റ് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രോപ്പർ ക്യൂറിങ് ചെയ്തില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് വോയിഡ്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ വെള്ളം വോയിഡ്സിലൂടെ ഇറങ്ങി ഈ സ്റ്റീൽ റസ്റ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റസ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഫ് കോൺക്രീറ്റ് ഈസ് പോറസ് ഓർ ഇഫ് കവർ ടു ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, സ്റ്റീൽ ഗെറ്റ്സ് റസ്റ്റഡ് ആൻഡ് ലോസസ് സ്ട്രെങ്ത്. അങ്ങനെ തുരുമ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദ കോസ്റ്റ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഹൈ. ദിസ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ആർ സി സിയിൽ സ്റ്റീലിന് വളരെ കോസ്റ്റ് കൂടുതലാണ്. സ്റ്റീലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ടോട്ടൽ കൺസ്ട്രക്ഷനെ അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. ഓക്കെ, കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും. അപ്പം ഡിസൈൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം അത് എക്കണോമിക്കൽ അല്ലാതായിപ്പോവും. ഓക്കെ, കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഡിസൈൻ നമ്മൾ പ്രോപ്പറായിട്ട് അത് എക്കണോമിക്കൽ ആക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് വരും. പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് മെൽറ്റ് ചെയ്യും, ഹൈ ടെമ്പറേച്ചേഴ്സിൽ മെൽറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫയർ റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് മേ മെൽറ്റ്. അപ്പം ഫയർ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉരുകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് വരുന്നത്. ടൈപ്സ് ഓഫ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റീലിൻ്റെ ഉള്ളത്, അതിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുക, ഓക്കെ, എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഗ്രേഡിനെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു 4 ടൈപ്പ് സ്റ്റീലായിട്ട് നമുക്കിതിനെ തിരിക്കാം. ഒന്ന് മൈൽഡ് സ്റ്റീൽ, ഒന്ന് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് സ്റ്റീൽ HYSD. ഓക്കെ, HYSD ബാസ് അല്ലെങ്കിൽ HYSD സ്റ്റീൽ രണ്ടാമത്തത്. മൂന്നാമത്തത് TMT തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ്. ഓക്കെ, TMT ബാസ്. പിന്നൊന്ന് CRS ബാസ്, കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീൽ ബാസ്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, 4 ടൈപ്സാണ് ഉള്ളത്. അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് FE250 ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FE250 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ FE എന്ന് പറയുന്നത് ഫെറസ് ആണ്, 250 എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്.
ഓക്കെ. അപ്പം ഈ 250 എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm² ആയിരിക്കും മൈൽഡ് സ്റ്റീലിൻ്റെ കേസ്. ഓക്കെ. അടുത്തത് HYSD ബാസ് ആണ്, അല്ലെങ്കിൽ HYSD സ്റ്റീലാണ്, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് സ്റ്റീൽ. അപ്പോൾ ഇതിൽ 3 ഗ്രേഡ്സ് ആണ് വരുന്നത്: Fe415, Fe500, Fe550. അപ്പോൾ Fe നേരത്തെ പറഞ്ഞ പോലെ ഫെറസ് ആണ്. Fe എന്ന് പറയുന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെറസ് ആണ്. അതായത് ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ. ഓക്കെ, ആ ഒരു റെപ്രസെൻറ്റേഷനാണ് വരുന്നത് Fe ഫെറസ്. കൂടെയുള്ളത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. ഓക്കെ, Fe415ൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 415 Nm². Fe500ൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 500 Nm². Fe550ൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് 550 Nm² ആണ്. ഇനി വരുന്നൊരു ടൈപ്പ് TMT അല്ലെങ്കിൽ CRS. TMT തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ്, CRS കൊറോഷൻ റെസിസ്റ്റൻറ്റ് ബാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിനും വരുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് Fe500 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 500 Nm² ആണ്. ഓക്കെ, അപ്പം HYSD ബാറും മൈൽഡ് സ്റ്റീലും തമ്മിലുള്ള ഡിഫറൻസ് കാർബൺ കണ്ടൻറ്റിലെ ഡിഫറൻ്റ് ആണ്. ഓക്കെ, മൈൽഡ് സ്റ്റീലിനേക്കാളും കാർബൺ കണ്ടൻറ്റ് കൂടുതൽ HYSD ബാസിലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് അതിന് കൂടുതലായിരിക്കും. അതേപോലെ TMTൻ്റെ കേസ്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ് എന്ന് പറയുമ്പം ഹോട്ട് റോൾഡ് ആയിട്ടുള്ള സ്റ്റീൽ ബാസിനെ സഡൻ ആയിട്ട് കോൾഡ് വാട്ടറിലൂടെ പാസ് ചെയ്തിട്ടാണ് TMT ബാസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് പലതരം പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിലൊക്കെ നല്ല രീതിയിലുള്ള ഈ കൺസ്ട്രക്ഷൻ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ CRS ബാർ, കൊറോഷൻ റെസിസ്റ്റൻറ്റ് ബാർ, അതിൻ്റെ പേരിൽ തന്നെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാർന്നുണ്ട് അല്ലേ. അപ്പം കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാർ ആകുമ്പോൾ ഇതിൽ കാർബൺ കണ്ടൻറ്റ് ഓൾമോസ്റ്റ് സിമിലർ ടു HYSD ബാസ് തന്നെയാണ് വരുന്നത്. പക്ഷേ അഡീഷണലി ഈ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ക്രോമിയം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും കാര്യമായിട്ട് വേണ്ട. നമുക്ക് വേണ്ടത് ഏതൊക്കെ ടൈപ്സ് സ്റ്റീലുണ്ട്, അതിൻ്റെ ഗ്രേഡ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് മൈൽഡ് സ്റ്റീൽ, HYSD ബാസ്, TMT, CRS 4 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിൽ മൈൽഡ് സ്റ്റീൽ Fe250 എന്ന് പറയുന്ന ഒരു ഗ്രേഡേ ഉള്ളൂ. HYSD ബാർസിൽ 3 ഗ്രേഡ് വരുന്നുണ്ട്: Fe415, Fe500, Fe550. TMT അതുപോലെ തന്നെ CRSൽ വരുന്ന ഗ്രേഡ് Fe500 ആണ്. ഓക്കെ, the characteristic strength of steel is equal to the minimum yield stress or 0.2% proof stress. It is represented by Fy. ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Fy എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ്, F_y യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈ ടേബിളിലെ ലാസ്റ്റ് കോളം നോക്കിക്കഴിഞ്ഞാൽ yield stress or 0.2% proof stress or characteristic strength എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും സ്റ്റീലിൻ്റെ കേസിൽ? ഇപ്പം കോൺക്രീറ്റിൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ലേ, അതിൽ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ RCCയിലേക്ക് വരുമ്പം കോൺക്രീറ്റിൻ്റെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ സ്റ്റീലിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ശരിക്കും ആക്ച്വലി അല്ലേ. അപ്പോൾ ഈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെസ് ആണ്. ഓക്കെ, ഈൽഡ് സ്ട്രെസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി MOSൽ പഠിച്ചതാണ്. ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഫസ്റ്റ് എന്ത് ചെയ്യും? സ്ട്രെസ്സും സ്ട്രെയിനും ഫസ്റ്റ് ഒരു ലിമിറ്റ് വരെ, ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് അത് വലിഞ്ഞു തുടങ്ങും അല്ലേ. ആ വലിഞ്ഞു തുടങ്ങുന്ന ആ ഒരു സ്ട്രെസ്സാണ് ഈൽഡ് സ്ട്രെസ്, അല്ലെങ്കിൽ ഇവിടെ മിനിമം ഈൽഡ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം ഈൽഡ് സ്ട്രെസ്സാണ്. ഓക്കെ, അതായത് വലിഞ്ഞു തുടങ്ങുന്ന, അതായത് ആ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് വലിഞ്ഞു തുടങ്ങുന്ന ആ ഒരു സ്ട്രെസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അധികം ടൈപ്പ് ഓഫ് സ്റ്റീലിൽ നമുക്ക് ആ ഒരു പോയിൻ്റ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. മൈൽഡ് സ്റ്റീലിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഡയഗ്രാമൊക്കെ പഠിച്ചാണ്. അതിൻ്റെ ആ ഈൽഡ് സ്ട്രെസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു പോയിൻ്റ്. പക്ഷേ എന്നാൽ ചിലതിൽ അത് പറ്റില്ല. അങ്ങനെ പറ്റാത്ത കേസിൽ നമ്മളുടെ ഈൽഡ് സ്ട്രെസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 0.2% പ്രൂഫ് സ്ട്രെസ് ആണ്. 0.2% പ്രൂഫ് സ്ട്രെസ്. അപ്പം 0.2% പ്രൂഫ് സ്ട്രെസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ അത് അർത്ഥമാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട്
നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഈൽഡ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡിൽ. നമുക്ക് ഈൽഡ് പോയിൻ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അത് വലിഞ്ഞു തുടങ്ങുന്ന പോയിൻ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് വലിഞ്ഞു തുടങ്ങുന്ന പോയിൻ്റ് ഈൽഡ് പോയിൻ്റ്. അപ്പോൾ മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ നമുക്ക് ഈൽഡ് സ്ട്രെസ് എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എടുക്കാൻ പ്രയാസമില്ല. ഈ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പം ഇവിടെ വരച്ചിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൾഡ് വർക്ക് ഡിഫോംഡ് ബാർസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കോഡിലുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് എന്താണ് ആ 0.2% പ്രൂഫ് സ്ട്രെസ് എന്നുള്ളത് കാണിക്കാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കുമ്പോൾ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒരു പോയിൻ്റ് എവിടെയാണ് ഈൽഡ് ചെയ്ത് തുടങ്ങുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കാണാം. ഇങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അത് പാരബോളിക്കായിട്ട് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിനിൻ്റെ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0.001, 0.002 അങ്ങനെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആ വാല്യൂ സ്ട്രെയിനിൻ്റെ വാല്യൂസാണ്. അപ്പം 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ 0.2% സ്ട്രെയിൻ എന്ന് പറയുന്ന വാല്യൂ. ഇപ്പം ഈ ഫിഗറിൽ നോക്കുമ്പോൾ 0.002 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 0.002 എന്ന് പറയുന്നത് 0.2% സ്ട്രെയിൻ ആണ്. 0.2% സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് പ്ലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് നമുക്ക് പറയാം. അതായത് ആ സ്ട്രെയിൻ എത്തുമ്പം ആ സ്ട്രെയിൻ പെർമനൻ്റ് ആണ്, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ആ സ്ട്രെയിൻ സീറോയിലേക്ക് പോവില്ല. ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് 0.002. ഓക്കെ, പെർമനൻറ്റ് പ്ലാസ്റ്റിക് സ്ട്രെയിൻ പോയിൻ്റാണ്. അപ്പോൾ 0.2% സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ 0.2% പ്രൂഫ് സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഡയഗ്രത്തിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെയിനിൻ്റെ വാല്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ട്രെയിനിൻ്റെ വാല്യൂ. അവിടുന്ന് ഒരു ഡോട്ടർ ലൈൻ വരച്ച കാണാം നിങ്ങൾക്ക്, അതിൻ്റെ ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിലേക്ക് പുറമേ കൂടെ പോകുന്നത്. ഓക്കെ, ആ FI എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കേവാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ കേവിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഒരു ഡോട്ടഡ് ലൈൻ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത് എന്തിന് പാരലായിട്ടാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ സ്ട്രെസ് സ്ട്രെയിൻ കേവിൻ്റെ, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിൽ വരുന്ന സ്ട്രെസ് സ്ട്രെയിൻ കേവിൻ്റെ ലൈനിന് പാരലായിട്ടാണ്. 0.002 എന്ന് വരച്ചിരിക്കുന്ന ആ ഡോട്ടഡ് ലൈൻ പാരലായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. ഞാൻ റെഡ് ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഡോട്ടഡ് അല്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആ ലൈൻ. ഓക്കെ, അതായത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിട്ടുള്ള പോർഷൻ, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന പോർഷൻ, അതിന് പാരലായിട്ട് ആണ് ഈ 0.002 സ്ട്രെയിൻ എന്ന് ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന ആ ലീനിയർ ആയിട്ടുള്ള ലൈനിന് പാരലായിട്ട് നമ്മൾ 0.2% സ്ട്രെയിനിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോട്ടഡ് ലൈൻ പാരലായിട്ട് വരയ്ക്കും. അപ്പോൾ അത് എവിടെയാണോ ചെന്ന് മീറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ എവിടെയാണോ ചെന്ന് മീറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂ ആണ് ഇതിൻ്റെ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടെ വന്ന് മീറ്റ് ചെയ്ത പോയിൻറ്റിന് നേരെയാണ് FY എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് FY എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ FY എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, ഫിഗറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ ഇതുപോലെ 0.2% സ്ട്രെയിൻ വരുന്ന പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടുന്ന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിട്ടുള്ള പോർഷന് പാരലായിട്ട് നമ്മൾ 0.002 സ്ട്രെയിനിൻ്റെ അവിടുന്ന് ഒറിജിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കും. ഓക്കെ, അതെവിടെയാണോ ചെന്നിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ സ്റ്റീലിൻ്റെ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? The characteristic strength of steel is equal to the minimum yield stress or 0.2% proof stress. It is represented by FY. അപ്പോൾ എന്താണ് ഈ 0.2% proof stress എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈൽഡ് സ്ട്രെസ് ആണ്. അതായത് 0.2% സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പം കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കുന്ന ആ സ്ട്രെസ്സിനാണ് 0.2% പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസൈൻ. ഓക്കെ, ഡിസൈൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്?
നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്താണ് ഡിസൈൻ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഈസ് ഡൺ ടു ഡിസൈഡ് ദ സൈസസ് ഓർ ഡയമെൻഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ടു കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഇൻ ദ ടെൻഷൻ സോൺ ഓഫ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഏത് സ്ട്രക്ചറാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിൻ്റെ എലമെൻ്റാണോ ചെയ്യുന്നത്, ആ എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൈസ് കണ്ടുപിടിക്കാൻ, അതിൻ്റെ ബ്രെഡ്ത്ത് ഡെപ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബീമാണ് ചെയ്യുന്നതെങ്കിൽ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണം, ബ്രെഡ്ത്തും ഡെപ്ത്തും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടെൻഷൻ സോണിൽ എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, ആ ടെൻഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഏത് എലമെൻ്റാണോ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും, അതിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതുമാണ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വെറുതെ നമ്മൾ അതിന് സൈസിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്താൽ പോരാ, ക്രോസ് സെക്ഷനും റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്താൽ പോരാ. അത് കൊടുക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് എടുക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം ഇതിൽ മാത്രം ഒതുങ്ങാതെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സൈസും അതുപോലെ തന്നെ അതിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപരി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ സേഫ്റ്റി. ഒന്നാമത്തത് സേഫ്റ്റിയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് സേഫ് ആയിരിക്കണം. ഓക്കെ, ദ സ്ട്രക്ചർ ഷുഡ് ബി ഏബിൾ ടു ക്യാരി ഓൾ എക്സ്പെക്റ്റഡ് ലോഡ് സേഫ്ലി വിത്തൗട്ട് ഫെയിലിയർ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ലോഡും അത് സേഫായിട്ട് റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചർ ആ സ്ട്രക്ചറിൻ്റെ ലൈഫ് ടൈമിൽ വരാൻ സാധ്യതയുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ലോഡും അത് റെസിസ്റ്റ് ചെയ്യാൻ അതിന് പറ്റണം. അത് സേഫായിട്ട് അത് റെസിസ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്കിപ്പം എർത്ത് വേക്ക് ലോഡോ അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റിൻ്റെ കേസോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതല്ല. അതായത് ശരിക്കും ആ ഒരു സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണോ, ഇപ്പോൾ അതിൽ ലൈവ് ലോഡ് വരും, ഡെഡ് ലോഡ് വരും, അങ്ങനെ നോർമൽ കേസിൽ വരുന്ന എല്ലാ ലോഡ് ആക്ട് ചെയ്യുമ്പോഴും അത് സേഫായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഓക്കെ, രണ്ടാമത്തത് സ്റ്റെബിലിറ്റി. ദ സ്ട്രക്ചർ ഷുഡ് ബി സ്റ്റേബിൾ അണ്ടർ ദ എക്സ്പെക്റ്റഡ് ലോഡ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് മൂവ് ബൈ സ്ലൈഡിങ് ഓർ ഓവർ ടേണിങ്. അതായത് അത് മൂവ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സ്ട്രക്ചർ ഫെയിൽ ആവരുത് എന്നുള്ളത് ഫസ്റ്റ്. രണ്ടാമത്തത് സ്ട്രക്ചർ ഫെയിൽ ആയില്ലെങ്കിലും അത് സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്. ഓക്കെ, സ്ട്രക്ചർ ഫെയിൽ ആവാത്തത് ഒന്ന്. രണ്ടാമത്തെ സ്റ്റേബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് മണ്ണിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ, അത് രണ്ട് ലെവലിലുള്ള സോയിലിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് ലെവലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് റീറ്റെയിനിങ് വാൾ. അപ്പോൾ റീറ്റെയിനിങ് വാളിൽ സോയിൽ പ്രഷർ വരുമ്പോൾ, ഓക്കെ, ആ ബോട്ടം സോണിൽ സോയിൽ പ്രഷർ വരുമ്പോൾ ആ സ്ട്രക്ചർ ഫെയിൽ ആവില്ല. ചിലപ്പം ആ ഒരു പൊസിഷൻ അത് തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട്, തള്ളി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, സ്ലൈഡിങ് അല്ലേ, അതായത് ആ നിൽക്കുന്ന പൊസിഷനിന് ഒപ്പോസ് ചെയ്യാനുള്ള ഫ്രിക്ഷനെയും അത് ക്രോസ് ചെയ്തിട്ട് അത് നീങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ലൈഡിങ്ങിൻ്റെ കേസ് അവിടെ വന്നു. അതുപോലെ തന്നെ ഈ സോയിൽ ബോട്ടത്തിൽ നിന്ന് അതിനെ പുഷ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അത് മറിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ക്ലോക്ക് വൈസോ അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസോ അത് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് അത് പുറമേ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓവർ ടേൺ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ആ സ്ട്രക്ചർ ഫെയിൽ ആയില്ലെങ്കിലും. ഓക്കെ, അതായത് ആ പൊസിഷനിൽ നിന്ന് മാറ്റം വരാം, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഓവർ ടേൺ ചെയ്ത് മറിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ എവിടെയാണോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് അത് സ്റ്റേബിളായിട്ട് നിൽക്കണം. ലോഡ്സ് വരുമ്പോൾ അത് അൺസ്റ്റേബിളായിട്ട് മൂവ് ചെയ്യാനോ അതിൻ്റെ പൊസിഷൻ മാറാനായിട്ടൊന്നും പാടില്ല. സ്റ്റേബിൾ ആയിരിക്കണം സ്ട്രക്ചർ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തത് സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെർമിസിബിൾ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള ക്രാക്കും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ വർക്കിംഗ് ലോഡ്സിൽ അത് വരാൻ പാടില്ല എന്നുള്ളതാണ്. The structure should not deform or crack unreasonably under the expected loads. Deformation and cracks must be within prescribed limits due to all loads during the construction. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്തായിരിക്കണം, അതിൽ ഡിഫോം ചെയ്യാനോ അല്ലെങ്കിൽ ക്രാക്സ്, അതായത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൻ്റെ കൂടുതൽ ഡിഫ്ലക്ഷൻ വരാനോ അല്ലെങ്കിൽ ക്രാക്ക് വരാനോ ഒന്നും പാടില്ല. ആ ലിമിറ്റിൻ്റെ അകത്തേ അത് വരാൻ പാടുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സർവീസബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ക്രാക്ക് ഫോർമേഷനൊക്കെ
പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലിമിറ്റ്സിനെ ക്രോസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കണം. ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, അതായത് വർക്കിംഗ് ലോഡ്സിൽ അത് നോർമലി അതിൽ വരാൻ സാധ്യതയുള്ള ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കിംഗ് ലോഡ്സിൽ ഒരിക്കലും ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് അത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സർവീസബിലിറ്റിയാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഓക്കെ, ഫെയിൽ ആവുന്നുണ്ടാവില്ല, പക്ഷേ ഇതുപോലെ ക്രാക്സും ഡിഫ്ലക്ഷൻസ് ഒന്നും പെർമിസിബിൾ ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല. നാലാമത്തെ ക്രൈറ്റീരിയ ഡ്യൂറബിലിറ്റി. ദ സ്ട്രക്ചർ ഷുഡ് ലാസ്റ്റ് ഫോർ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം. അപ്പം ഇത് ഡ്യൂറബിലിറ്റിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ ഇപ്പം എത്ര വർഷത്തേക്കാണോ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര വർഷം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ച് ഡിസൈൻ ചെയ്യുന്നത്, അത്രയും വർഷം അത് നിൽക്കാൻ ഇടയാവണം. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ ചെയ്തിട്ടൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ, നല്ല രീതിയിൽ വർക്കേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വർക്കേഴ്സ് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്യുക, മിക്സ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ കവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണെങ്കിൽ ഒരു മിനിമം 100 years നിൽക്കേണ്ടതാണ്. അപ്പോൾ 100 years നിൽക്കേണ്ട ഒരു ബിൽഡിംഗ് 25 വർഷത്തിനുള്ളിൽ ഫെയിൽ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ 100 years നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡ്യൂറബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറബിൾ ആയിരിക്കണം, ഫെയിൽ ആവാതെ നമ്മൾ എത്ര വർഷത്തേക്കാണോ ആ ഇൻറ്റൻഡഡ് ലൈഫ് പീരീഡ് അത് സേഫായിട്ട് തന്നെ നിൽക്കണം. സേഫായിട്ടും സർവീസബിളായിട്ടും അതുപോലെ തന്നെ അത് സേഫായിട്ടും സർവീസബിളായിട്ടും എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് വരെ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ടൈം വരെ സ്റ്റേബിളായിട്ടും നിൽക്കണം. സേഫായിട്ടും സർവീസബിളായിട്ടും സ്റ്റേബിളായിട്ടും എത്രയാണോ അതിൻ്റെ ഇൻറ്റൻഡൽ ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ലൈഫ് ടൈം, അത്രയും ലൈഫ് ടൈമിൽ അത് പ്രോപ്പറായിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഡിസൈനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമ്മൾ സൈസും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് സൈസും അതിൻ്റെ അളവും പിന്നെ എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ആ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ്റെ സൈസ്, ഓക്കെ, ഡയമെൻഷൻസ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ എത്ര റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ടെൻഷൻ സോണിൽ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈനിൽ കണ്ടുപിടിക്കും. അതിൻ്റെ ഒപ്പം തന്നെ സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. അതിനൊപ്പം തന്നെ നമ്മൾ പരിഗണന കൊടുക്കേണ്ട സേഫ്റ്റി ക്രൈറ്റീരിയ ഉണ്ട്. രണ്ടാമത്തത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, സ്റ്റേബിൾ ആയിരിക്കണം. മൂന്നാമത്തെ സർവീസബിലിറ്റി ക്രൈറ്റീരിയ, ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസൈൻ. ഓക്കെ, താങ്ക് യു.